ഹായ് പ്രിയ കൂട്ടുകാരെ, എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ മട്ടൺ സ്റ്റൂ വയ്ക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ 1/2 കിലോ മട്ടൺ വാങ്ങിച്ച് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. 1/2 കിലോയ്ക്കാണ് ഇപ്പോഴും വയ്ക്കാൻ പോകുന്നത്. അതിനാവശ്യമായി എടുത്തിരിക്കുന്നത് 3 മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, 2 സവാള എടുത്തിട്ടുണ്ട്, 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 12 ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു 15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 3 ചെറിയ സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി, 2 ടൊമാറ്റോ, അല്പം മല്ലിയില. ഇത്രയും ഐറ്റങ്ങളാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. നല്ല തിക്നെസ്സുള്ള തേങ്ങാപ്പാലാണ്. 1 മുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന പൊട്ടറ്റയും ക്യാരറ്റ്, സവാള, ബീൻസ്, ഇഞ്ചി, പച്ചമുളക് എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ക്യൂബ് രീതിയിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതേ രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ബീൻസ്, ക്യാരറ്റ്, പൊട്ടറ്റോ, ഇഞ്ചി, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്രയും ഐറ്റങ്ങൾ ഇതിനു വേണ്ടി എടുത്തതാണ്. ഇത് ഇറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാം. ആദ്യം ഒരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തിട്ട് കടായി നല്ല ചൂടായതിന് ശേഷം അല്പം കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അധിക വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഇതിലേതെണ്ണ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പൊട്ടറ്റോ, ക്യാരറ്റ്, ബീൻസ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. നമ്മൾ ഇറച്ചിയിൽ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രം ചേർക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ഇത് നമുക്ക് കുക്കറിൽ വേണമെങ്കിലും ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാവുന്നതാണ്. എനിക്ക് ഇങ്ങനെ വെക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നുന്നത്. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകത്തില്ല, നന്നായിട്ടായിരിക്കും കാണുന്നത്. നമുക്കൊന്ന് തുറന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളകും കുരുമുളക് പൊടിയും ആവശ്യമുള്ളവർ ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർക്കണം. കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടുകാരാണെങ്കിൽ എരിവ് അധികം വേണ്ടി വരത്തില്ല. അതുകൊണ്ട് ആവശ്യാനുസരണം ചേർത്താൽ മതി. ഞാനിവിടെ കുട്ടികളുള്ളത് കൊണ്ട് ഞാനും കുറച്ച് കുരുമുളകേ ചേർക്കുന്നുള്ളൂ. ഇട്ട് ഒന്ന് 2 മിനിറ്റും കൂടി അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം ഏകദേശം ആയി വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച്
ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ചെറിയ ഫ്ലെയിമിൽ തീയിട്ട് നമുക്ക് അടച്ചു വെച്ചേക്കാമേ. ഇത്രയും നേരം ഞാൻ മീഡിയം ഫ്ലെയിമിലായിരുന്നു തീയിട്ടിരുന്നത്. ഇപ്പോൾ ചെറിയ ഫ്ലെയിമിലാണ് തീയിട്ടേക്കുന്നത്. ഇനി ഒരു 5-10 മിനിറ്റ് നേരം ഇത് വേവട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ക്യൂബായിട്ട് തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റും കൂടി അടച്ചു വെച്ചേക്കാം. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ടൊമാറ്റോയും വെച്ച് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയം ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പായിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ കഷ്ണങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അധികം വെള്ളം നമ്മൾ അധികം ചേർത്തിട്ടില്ലല്ലോ. ഈ സമയത്ത് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന തേങ്ങയുടെ പാല് ചേർത്ത് കൊടുക്കാമേ. പാല് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ചേക്കാം. ഫ്ലെയിം തീരെ കുറവിൽ വേണം വെക്കേണ്ടത്. നമ്മുടെ മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയേക്കാം. നമ്മൾ ബൗളിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ആ കോരി മാറ്റുന്ന സമയത്ത് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ആവശ്യമുള്ളവർ ചേർത്താൽ മതി, നിർബന്ധമില്ല. അതേസമയം ഉപ്പൊക്കെ കറക്റ്റായിട്ട് നോക്കി ഉപ്പ് ആവശ്യത്തിനൊക്കെ ചേർക്കണം. നമ്മൾ പാല് ചേർത്തതാണ്. അപ്പോൾ ഉപ്പ് എങ്ങനെയാണെന്നുള്ളത് ഓരോരുത്തരുടെ ആവശ്യത്തിന് ചേർക്കുക. നല്ല രുചികരമായിട്ടുള്ള മട്ടൺ സ്റ്റൂ ആണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും വീട്ടിൽ ശ്രമിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർക്കാനുണ്ടായിരുന്നേ. അതെനിക്ക് മറന്നുപോയി. ഒന്നെല്ലാവരും ക്ഷമിക്കണം കേട്ടോ. നമ്മൾ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ തന്നെ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ.